നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഇത് ഇന്റെ നിർബന്ധപ്രകാരം എടുക്കുന്ന വീഡിയോ ഒന്നല്ല. നമുക്ക് കുറെ കാലമായി വീഡിയോ എടുക്കട്ടെ, എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാണ്ട് എടുപ്പിച്ചതാണ് എന്നെ. അപ്പോൾ നീനു എവിടെന്നാ വരുന്നേ? സ്കൂൾക്ക് എന്തിനു പോയി? വേറെ തർക്കത്തരം പറയല്ല കേട്ടോ. ഇന്ന് പിന്നെ എന്താണ് സ്കൂൾക്ക് കൊടുത്തത്? മുട്ടായി. എന്തിനു മുട്ടായി കൊടുത്തു? സ്കൂള് പൂട്ടിട്ട് എന്റെ ബർത്ത്ഡേ, അതുകൊണ്ട് ഇപ്പൊ കൊടുത്തതാ. 12-ാം തീയതി എന്റെ ബർത്ത്ഡേ. എന്ന് 12-ാം തീയതി? അതൊന്നും അറിയില്ല. അപ്പൊ ഗൈസ് ഇന്ത്യൻ യൂണിയൻ ബർത്ത്ഡേ ഏകദേശം 2 ദിവസത്തെ വ്യത്യാസമുള്ളൂ. ഞാനും നീനും ജനിച്ച ദിവസം കേട്ടോ, അല്ലാതെ ഒരേ ദിവസമല്ല. ഒരേ ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ എന്നാ ബാബാ ഞാൻ ഉമ്മച്ചിന്റെ അടുത്ത് കൊണ്ടു പോയേക്കാം. നമസ്കാരം. അപ്പൊ നമ്മളെ പുതിയ അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഗുണ്ട സാഹിബ്. അപ്പൊ ഗൈസ് നമ്മളെ എന്തൊക്കെയാണ് പിന്നെ ഈ സ്കൂൾ പരീക്ഷ ഘട്ടത്തിൽ നിനക്ക് പറയാനുള്ളത്? എന്ത് ക്ലാസ്സിലെ ഏത് ടീച്ചേഴ്സാ വരുന്ന നമ്മളെ ഭാഗ്യത്തിനനുസരിച്ച് പരീക്ഷ ഉണ്ടാവും. ആയിക്കോട്ടെ. അങ്ങനെയാണല്ലോ, അല്ലാതെ പഠിച്ചുകാണ്ട് ഉണ്ടാക്കലല്ലേ. ഓക്കെ. അപ്പൊ ഗൈസ് ഞാൻ പിന്നെ പറയാനുള്ളത്, ഞാൻ ഒരു SSLC സ്റ്റുഡന്റ് എന്ന് പ്രമാണിച്ച് ഞാൻ പറയുന്നത് SSLC അതാണ് എനിക്ക്. അപ്പൊ ഗൈസ് ഇന്നിപ്പോ ഏതെങ്കിലും പരീക്ഷ എന്ന് ചോദിച്ചാൽ സോഷ്യൽ സയൻസ് കഴിഞ്ഞ തന്നെ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് പറഞ്ഞതിനനുസരിച്ചാൽ ഞാൻ തോറ്റു എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് പാസ്സായാൽ പാസ്സായി, അല്ലെങ്കിൽ മൂഞ്ചി. ഗൈസ് നമ്മളൊരു പുതിയ ഓട്ടോറിക്ഷ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരാളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെ വിടുകയെന്നൊന്ന് വിട്ടാ അവിടുന്ന് വിടാം. അപ്പൊ ഗൈസ് നമ്മുടെ നബീസാത്ത തട്ടൊക്കെ ഇട്ടിട്ടാണോ വന്നിരിക്കണത്, അല്ലെങ്കിൽ മുന്നറിയിപ്പില്ലാതെ തട്ടൊന്നും ഇട്ടില്ല. നമ്മള് ഓട്ടോറിക്ഷ ഒട്ടി കളിച്ചാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? അനക്കത് എന്നെ കാണുമ്പോൾ പൊയ്ക്കോ എന്ന് പറയണേ. എന്തൊക്കെയാ പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക്? ആ ലേറ്റ് ഇട്ടാ പറയൂ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാതെ പിന്നെ എന്തോ കാണോ ഒന്നാണ്ട് ജാടിയെന്നൊക്കെയാണ് കമന്റ് ബോക്സ് പറയണത്. ആണ്ടിൽ ഒരു ദിവസം വീഡിയോ എന്നിട്ട് എനിക്ക് ജാടിയാണെന്ന് പറയും. എനിക്ക് വീഡിയോ എടുക്കാനേ, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ എപ്പോഴും പറയില്ല. ഇപ്പോഴും എപ്പോഴും പറയും വീഡിയോ എടുക്കാൻ. ആരാണ് ഇത് എടുക്കാനേക്കാത്ത? അപ്പൊ എടുത്തരാൻ ഒരാളുണ്ടെങ്കിൽ ഇന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാം. മന്ത്ലി പേയ്മെന്റ് ആണെങ്കിൽ കൊടുക്കാനമ്മ. എന്താ രസം! അതൊരു പോയിന്റാണ്. പിന്നെ ഒരു SSLC സ്റ്റുഡന്റിന്റെ മമ്മി ആയതിനാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അങ്ങോട്ട് ഇരിക്കേ. പറയാ. സ്കൂളില്ലെങ്കിലോ? ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് ഞാൻ 6:30 നീച്ചു. ഇല്ലെങ്കിലോ 12:30. നോമ്പിന് ഇന്നലെ ഇപ്പൊ ഞാൻ 3 മണിക്ക് നീച്ചു 12:45. ഇപ്പൊ കഴിച്ച് നമ്മൾ ഇന്നലെ എങ്ങോട്ടാ നീനു പോയിരുന്നത്? ഉമ്മമാന്റെ കുടി പറഞ്ഞാൽ ആരെ കുടിയാണ് ഉമ്മമാന്റെ കുടിയെന്ന് അറിയോ? ഇപ്പൊ കഴിച്ച് ഞങ്ങൾ ഉമ്മാന്റെ കുടിയിലായിരുന്നല്ലേ. ഉമ്മാന്റെ കുടി പോയാൽ എനിക്ക് എന്താണ് സന്തോഷം? ഉമ്മാന്റെ കുടി പോയാൽ എന്താണ് ഗ്രാമം? അവിടെ ഇവള് കൊറേ ഗ്രാമമാണെന്നൊക്കെ പറഞ്ഞു. ഇതെന്താ ജയില് കണ്ടു ഇങ്ങനെ വരുന്നത് പറയല്ലേ. പിന്നെ നിങ്ങളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കണ നിങ്ങൾ കണ്ടുപോകും. അല്ല ഇതിപ്പോ തന്നെ പറഞ്ഞിടാം, അല്ലെങ്കിൽ ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോ തോറ്റു എന്നൊക്കെ പറഞ്ഞാലേ ആൾക്കാർ ചോദിച്ചൂലേ. ഞാൻ ഇതുവരെ പഠിക്കണ നിങ്ങൾ കണ്ടുപോകണം, അല്ലെങ്കിൽ പൊട്ടനാ വിചാരിച്ചൂല. പഠിച്ചിട്ടും തലയിൽ കയറാത്തവരാണ്. ഞാൻ പഠിക്കണ നിങ്ങൾ കണ്ടുപോകണം. എപ്പോ ഞാൻ ഇന്നലെ ക്ലാസ് പോലും കാണാതെയാണ് ഇന്നലെ ഇതിന് പോയത്. ഈ ഓട്ടോറിക്ഷന്റെ കഥകളല്ല ഇപ്പൊ ഞാൻ പറയണത്. എക്സാമിന്റെ കഥകളാണ് ഞാൻ പറയണത്. ആദ്യം എന്റെ കുട്ടി പോയി കുളിക്കുക, എന്നിട്ട് വേറെ എന്ത് കുളിക്കണ കുളിച്ചിരുത്താലോ നമുക്ക്. അത് രസാവൂലേ? അയ്യെന്താട് ഒരു കോപ്പിറൈറ്റ് എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ ഉണ്ടാക്കി തരിച്ചു.
പിന്നെ ഇവരൊക്കെ ട്രിപ്പ് പോയിന്നല്ലേ അമ്മ? ഞാനും എൻ്റെ അമ്മയും ഉമ്മാനും ടീച്ചർ പോയി. ഞാനും പോണില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഞാനും ഉമ്മയും പോണില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഗൈസ് നമ്മളെ ജുനൈദിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ കസിനായ നമ്മളെ ജുനൈദാണിത്. എവിടെ ബഹുമാനപ്പെട്ട ജുനൈദാണിത്. കയറിക. ഇത് സ്പ്രേ ഒക്കെ ആയിട്ട് വന്നിക്കണേ. എൻ്റെ ബാപ്പ ദുബായി നിന്നോ ഇത് പിടിച്ചാ? അയ്യേ. അപ്പോൾ ഗൈസ് ഇത് നമ്മളെ ജുനൈദാണ്. ആദ്യം വിളിച്ചാ. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട ആദ്യമാണ്. ഇത് രണ്ടും എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സാണ്. ഇജ്ജെൻ്റെ മൂറൊന്ന് കാട്ടിക്ക. ഇജ്ജെൻ്റെ മൂറ് കാണായിട്ട്. അപ്പോൾ ജുനൈദ് എന്തിനാ വന്നിക്കണേ? എന്നെ കാണാൻ വന്നാ? പിന്നെ SSLC സ്റ്റുഡൻറ് എന്ന് പ്രമാണിച്ച് ഇന്നത്തെ സോഷ്യൽ സയൻസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആകെ കയ്യിൽ നിന്ന് പോയിക്കണു. എനിക്കും പോയിക്കണു. ഇത് നമ്മളെ നാട്ടില് ഫുൾ A+ മുതല്. ഇത് 9 A+ മുതല്. ഞാൻ 0 A+ മുതല്. അതങ്ങനെയാണ് വരുന്നത്. പിന്നെ ജുനൈദ എന്തൊക്കെയാ പാട്? എൻ്റെ 2 വർത്താനൊക്കെ പറഞ്ഞ. പരീക്ഷയൊക്കെ ഭയങ്കര ടഫാണ്. അത് നമ്മളെ മുഖ്യമന്ത്രി അല്ലല്ലേ, വിദ്യാഭ്യാസ മന്ത്രിയോട് പറയണം ടൈറ്റ് ഒന്ന് കുറക്കണം. എന്നിട്ട് വാല്യുവേഷൻ എന്താ പറയാ, കുറച്ച് കൊടുക്കണമെന്നോ. പിന്നെ സീറ്റ് മീൻസ് സീറ്റ് പെട്ടെന്ന് കിട്ടണം. സീറ്റ് നമുക്ക് എല്ലാ സ്കൂളിലും നമുക്ക് 10 സീറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. പിന്നെ അത് ആദ്യമാണ് ഇവൻ നാണാണോ എൻ്റെ കുട്ടി കാണിച്ചിട്ടേ, അതാണ് അവന് നാണം. പിന്നെ ഞങ്ങൾ പുതിയ ഒരു ഓട്ടോറിക്ഷ മേടിച്ചിട്ടോ. ഒന്നും നോക്കില്ല, ബരോട് പറഞ്ഞാണ്. ഒന്നും നോക്കിയില്ല, 45 ലക്ഷം. ഓട്ടോറിക്ഷ അടിച്ചല്ലേ പതി. ഇപ്പൊ ജുനൈദ ഇതെന്താ സെന്റ് കുപ്പിയിട്ട് വന്നു? പിന്നെ വെറുതെ കൊടുന്നാലേ, ചാമ്പ കൊടുന്നാലേ. ജുനൈദിന്റെ ട്രൗസർ ഇടുന്ന എനിക്ക് ഇഷ്ടം. അവന്റെ ട്രൗസർ ചിരിച്ചെന്നാ മതിയെ. പാവപ്പെട്ടവര് ഇപ്പം വലിയ ടീമാണ്. എന്റെ ആപ്പാന്റെ നേരെ മോനാണ്. എന്റെ കസിനായിട്ടൊക്കെ വരും. എന്റെ മൂത്താണ് ഞാൻ. 3 ദിവസത്തിന് മുത്താണോ. പിന്നെ അപ്പൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. ആർക്കെങ്കിലും എന്തായെങ്കിലും ഒക്കെ അയച്ചു തരണമെങ്കിൽ അയച്ചു തരല്ലേ. അപ്പൻ്റെ രീതി അല്ലെങ്കിൽ എന്റെ രീതി. അല്ല ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോറിക്ഷ വിളിച്ച് ഇപ്പൊ ഓട്ടോറിക്ഷ വിളിച്ച് കുഴപ്പമില്ല. അല്ലെങ്കിൽ 100 വിളിച്ചാണല്ലോ. ഇതൊക്കെ പേരിട്ടോ ചെയ്താ മണ്ണങ്കാട് കഴിച്ചാൽ നിൽക്കണ്ട. അന്നാണ് ബ്ലോഗ് എടുത്ത് പോയി അഡിക്റ്റ് ആവില്ല. അത് കൊണ്ടല്ലേ ആദ്യം പിന്നെ എന്തൊക്കെയാ പറയാനുള്ളത്? ഇവർക്ക് വന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ പെരുന്നാക്ക് ഫോട്ടോ എടുക്കാൻ കൂടെ. എന്റെ ഫോട്ടോ കിട്ടിയോ? നമ്മളെ അഫ്നാസിനും കിട്ടിയിട്ടില്ല. ഓൻ 10 അറ്റൻഡി വിളിച്ചു. ഇവര് ട്രിപ്പ് പോയതുകൊണ്ട് എനിക്ക് ഇവരെ ഫോട്ടോ മുട്ട് എടുക്കാൻ പറ്റില്ല. ഇവന്റെ ഒക്കെ തൊലിഞ്ഞ മോറില്ല ഫോട്ടോ അല്ല ഇപ്പൊ ഏതായാലും അല്ലേ. എങ്ങോട്ട് പോണു? അപ്പൊ പ്ലാനിങ് എന്താണ്? ഞാൻ വീഡിയോ എടുക്കാൻ മാറ്റിയതാ. നിങ്ങൾ മാറ്റി. അപ്പൊ പ്ലാനിങ് എന്താണെന്ന്? ഇന്നെന്താ പ്ലാനിങ്? എന്താ ചുനേന്റെ പാന്റ്? ഏതാ സാധനം? ഇതെവിടെന്നെങ്കിലും വേണമെങ്കിൽ ഇതെവിടെന്നാ കിട്ടുക ചുനേതാ? ഇത് നാട്ടിലോടെ കിട്ടുക. ഇത് ഞങ്ങള് കോംബോ ആയിട്ട് ഞങ്ങള് കുടുംബക്കാര് കോയിമത്തറവാട്ടിൽ ഇറക്കുന്ന സാധനമാണ്. പാണ്ഡൂർ എന്നെ കോണ്ടാക്ട് ചെയ്താ. വേണോ? അത് വേണം. കാതിന്റെ മൂറാണോ ചോറിക്കാന്ന്? ഫോട്ടോ എടുക്കാൻ പോവാ. എങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ പോവാ? ഞങ്ങൾ ഇന്റെ ഫോട്ടോ എങ്ങനെയാണ്? ഞാൻ സീരിയസ് ചോദിച്ചു. കിട്ടിയില്ല സാധനം എത്തിയില്ല. നാറി. എന്ത് രസം. ഏത് എഡിറ്റിങ്? എന്റെ 100 മാതിരി തന്നെ അതിൽ ഉണ്ടാവുള്ളൂ. അല്ലാ വേറെ ഇവിടുത്തെ ഞാനും അഫ്നാസും കൂടി ഓന് ഇതെടുക്കാൻ പോയി. ഷൂ എടുത്തില്ല. പണ്ട് ചെറിയ ഷോട്ട് ഒരു സിൽവറാണ്. ഓനൊരു ആമയായിട്ട് വരും ചേച്ചും. അപ്പൊ നമ്മള് തേനീച്ച കൃഷി തുടങ്ങിക്കണല്ലേ? ഇനി തേനീച്ച കൃഷിയാണ് ഗൈസ്. തേനീച്ചനെയൊന്നും കാണില്ല. നാറി അത് ഇങ്ങനെ ആക്കല പോവില്ല. അതൊക്കെ അത് തേനീച്ച കുത്തണ തേനീച്ചയാണ്. ഇത് ഞാൻ ഉണ്ടാക്കി എന്റെ സംരംഭമാണിത്. ഇത് ഞാനിനി ഇത് ലിറ്റർ കണക്കിന് ഇതുണ്ടാക്കും. എന്താണ് തേന്? എന്നിട്ട് ഗിവ് അവേ ചെയ്യും നമ്മൾ തേന്. നമ്മൾ ഇന്ന് ഗിവ് അവേ ചെയ്യാൻ പോണ മതിൽ ഇതാണ് സാധനം.
ഇത് വേണമെങ്കിൽ എന്റെ അക്കൗണ്ട് ജുനൈദ്, ഷഹന്, ഹാദി എന്ന 3 അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് ഒരു കമന്റും ചെയ്യുക. അതൊക്കെ എത്രാം തീയതി ഇന്ന് 30-ാം തീയതി ഇതിന്റെ ഗിവന്റെ വിന്നറെ ഞാൻ അനൗൺസ് ചെയ്യൂലേ. ഇതില് അഴിച്ചാൻ പറ്റില്ല കേട്ടോ. ഇത് വെറുതെ കാണാൻ വെക്കാം. നമ്മുടെ പേരിൽ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെമ്പക്ക നല്ല കിടിലം മണം. പിന്നെ സാധനം കാണിച്ചിട്ടാണല്ലത്. എന്താ നല്ല കിടിലം മാങ്ങ. എത്ര മാനി മാങ്ങയാണ് ഗൈസ്. ഇതൊക്കെ പോകും. അപ്പൊ ഗൈസ് ഇപ്രാവശ്യത്തെ നോമ്പ് എന്ന് പറഞ്ഞാല് കള്ള നോമ്പൊക്കെ എടുക്കാണ്ടാണ് നമ്മൾ നോറ്റിക്കണമെങ്കിലും ഹോട്ടലിൽ പോയി ചായ അടിച്ചിക്കണമെങ്കിലും അജിനേതാ ഹോട്ടലിൽ പോയി ചായ അടിച്ചിക്കണമെങ്കിലും ഇല്ല നോമ്പ് നമ്മൾ പണ്ടത്തെ മരുന്നില്ല കറക്റ്റ് ആയിട്ട് നോറ്റിക്കണിക്കുക. ഇപ്രാവശ്യത്തെ നോമ്പ് നമ്മൾ കറക്റ്റ് ഫുള്ള് നോറ്റിക്കണിക്കുക. ഞാൻ ചെറിയ കണ്ടിട്ട് വേറെ എന്തൊക്കെ മായി തോന്നുന്നുണ്ടല്ലോ. അതെ, ഇപ്രാവശ്യത്തെ നോമ്പ് ഒരു മാങ്ങ തിന്നാൻ പോവാതെ ഒരു അവൽമിൽ കുടിക്കാൻ പോവാതെ നമ്മൾ ഫുള്ള് നോറ്റിക്കണിക്കുക. ഇപ്പഴല്ലേ ഞങ്ങൾ ഇതിന്റെ മുന്നത്തെ കാര്യം 2 ദിവസം ആയിട്ടുള്ളല്ലോ ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞിട്ട്. അന്റെ നമ്പർ ആണ് അതില് പറയാ. ഇപ്രാവശ്യത്തെ നോമ്പ് അത്രയും കറക്റ്റായിട്ട് നമ്മൾ നോറ്റിട്ടുണ്ട്. നോറ്റത് പറഞ്ഞാല് ഞങ്ങള് പണ്ടൊക്കെ നോമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് മാങ്ങ തിന്നാൻ പോകും, പിന്നെ സോഡ അടിക്കാൻ പോകും, പൊറാട്ടയും ചിക്കൻ കറി തിന്നാൻ പോകും. അങ്ങനെ കുറെ നോമ്പ് ഞങ്ങൾ മുറിച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് നോക്കാത്തൊരു നാളെന്ന് പറഞ്ഞാല് ഓൻ പെരിയിലൊക്കെ വലിയ നല്ല ടീമാണ്. എല്ലാ വക്തും നിസ്കരിക്കണം, 5 വക്ത് നിസ്കരിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഓനെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു. അതിന്റെ പേര് ഈ ജുനൈദല്ല, വേറൊരു ജുനൈദിന്റെ PT ആണ് കണ്ടില്ല. ഒറ്റ നോമ്പോ നോറ്റുണ്ടാവില്ല. അവൻ മിൽമാബൂത്ത് പോയി കണ്ട് അവൽമിൽ കുടിച്ച നോമ്പൊക്കെ കഴിഞ്ഞു. പിന്നെ എക്സാമിന്റെ കാര്യം പറയുക ഫുള്ള് ടഫ് എക്സാം ആണല്ലേ. ആകെ ജയിക്കാൻ പറ്റിയത് മലയാളം മാത്രമാണ് എന്റെ അഭിപ്രായം. ജുനൈദ് പറഞ്ഞാൽ ഞങ്ങളെ നാടിന്റെ അഭിമാനം ഫുള്ള് A+ ചെയ്യാൻ മുതലാണ്. ഞാനൊക്കെ പറഞ്ഞാല് എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു A+ ഉണ്ടാവില്ല. ഇനിയിപ്പോ നാട്ടുകാരും ചോദിച്ചാൽ വീട്ടുകാരും ചോദിച്ചാൽ ഒറ്റ A+ ചെയ്യാം. അനക്കുണ്ടെന്ന് ഇറങ്ങാനാണ് ഞാൻ അവിടെ നിക്കണത്. കോയമ്പത്തറാട്ടിന്റെ അഭിമാനം കാക്കായ മനുഷ്യനാണ് ജി. എന്നിട്ടാണ് ജി ഇല്ല എന്നൊക്കെ പറയണത്. അനക്കുണ്ട്. അതിന്റെ പാസ്വേഡ് ജി കാണിച്ചന്ന്. എന്റെ ഒരു 350 ഫോളോവേഴ്സ് ചെയ്യാൻ അക്കൗണ്ട് അല്ലേ. ഏതായാലും അഫ്നാസ് ഷൂ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാനും അവനൊക്കെ എടുക്കാൻ പോയിരുന്നു ഇന്നലെ. അഫ്നാസിനെ വിളിച്ചാണ്ട് വരാൻ പറഞ്ഞു. എങ്ങോട്ട് പോണു ഇപ്പോ? പരിപാടി എന്താ? എത്ര പരിപാടി? കളിക്കാൻ പോയില്ലേ? ഇന്ന് രാത്രി ടർഫ് എടുത്താലോ? ഇന്ത്യക്ക് വിളിച്ചിരുന്നല്ലോ അവന്. തറ വിളിച്ചു. അപ്പൊ കുളിക്കാൻ പോകണല്ലേ? കുളിസിന്റെ ഒരു വീഡിയോ എടുക്കണോ? എന്നാ പോയിക്കോ. വിട്ടോ. അപ്പൊ ഇന്നലെ ഞങ്ങൾ ടർഫ് വെക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ ഇന്ന് സോഷ്യൽ സയൻസ് എക്സാം ആയതിനാൽ ഞങ്ങൾ വെച്ചിരിക്കാം. പാട്ടും ഇതൊക്കെ എടുത്ത് പോയിക്കാം, കോപ്പിറൈറ്റ് എടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഇതെടുത്തില്ല. പിന്നെ ഞാൻ കുറെ ആ കോപ്പി ഫുള്ള് എടുത്തിരുന്നു. ഒരു നാരെനിക്കാ വിട്ടന്നെ ഒരു കൊലക്കായി വന്നിട്ടില്ല. ഞാൻ ഇത് ഫുള്ള് പ്രിന്റ് എടുത്ത പൈസയും കൊടുത്താണ് പ്രിന്റ് എടുത്താണ്ട് ഒരു ഒലക്കായി വന്നിട്ടില്ല. ആ ഒരു ചാമ്പി സത്യം പറഞ്ഞാല്. ഇനിയിപ്പോ ഏതൊക്കെ കെമിസ്ട്രിയും ബയോളജി 2 മൂഞ്ചി തെറ്റ വിഷയങ്ങളാണ്. അപ്പോ ഇനി തോക്കൊന്നറിയില്ല, തോക്കുണ്ടാവില്ല ജയിക്കാറല്ലേ. എല്ലാരെയും പാസ്സാക്കി ജയിക്കാനും. അപ്പോൾ ഇന്റെ നോക്കണ സാർമാരെ ശ്രദ്ധിക്കുക. എല്ലാവരും ഇന്നൊന്ന് പാസ്സാക്കിയാൽ മതി. A+ ഒന്നും ഞാൻ പറഞ്ഞു. എല്ലാ വിഷയങ്ങൾക്ക് ഒന്ന് പാസ്സായി. അല്ല പേര് മുഹമ്മദ് ഷഹൻ. എത്ര രജിസ്റ്റർ നമ്പറേ പറഞ്ഞില്ല. ഇനി എല്ലാരും അടിച്ചേക്കും. ഞാൻ പറഞ്ഞില്ല രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞല്ല. 5, 3, 10 പേരെ പറഞ്ഞതാ. ബാക്കി ഇങ്ങനെ ഊഹിച്ചോളൂ. 5, 3, 1, 0. ബാക്കി എന്താ ഞാൻ പറഞ്ഞു. അതിന് ഇനി 2 നമ്പർ ഉണ്ട്. അല്ലേ ജുനൈന്റെ നമ്പർ ആണോ? ജുനൈന്റെ നമ്പർ ആണോ? എനിക്ക് ഫുൾ A+ ആണ്. അതുകൊണ്ട് പിന്നെ പേടിച്ചായി. 1, 2, 3, 4, 5 കറക്റ്റ് പറയാം. അതിന്റെ ഫോട്ടോ അതൊന്ന് കാണിച്ചാ. ഒരു സാധനം കാണിച്ചാ. ഏതാ ചൊറുക്കിയത്? ഓ ചെറുക്കന്നെ.
ശരിയായ സാധനം. ഇത് ഏതാ ഇത്? ശരിയായ സാധനം അല്ലേ? ഓ ഇത് ശരിയായ സാധനം. നിനക്ക് പെണ്ണ് കളയാതിരിക്കോ? വെറുതെ ചൊറുക്കൊണ്ട് തന്നെയാണ്. എന്നാലും ഉമ്മ ആണ് കേട്ടോ. ഇത് ചൊറുക്കില്ലേ? ഇവനെ കണ്ടിട്ട് പൊട്ടന്മാരായാലും ഇപ്പം ചൊറുക്കുണ്ടോ പൊട്ടരാ? ഇപ്പം ചൊറുക്കുണ്ടോ പൊട്ടരാ? ഇവനെ കണ്ടിട്ട് തന്നെ പൊട്ടന്മാരായാലും. കളിച്ചാൽ വന്നതാണ് പോവാ. അപ്പൊ നമ്മള് ഗെയിമിങ്ങിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ പ്ലാനിങ് ഉണ്ടല്ലേ SLC കഴിഞ്ഞിട്ട്? എന്ത് ഇപ്പൊ തന്നെ തുടങ്ങിയല്ലേ? അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ എത്താനേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി പുതിയ വീഡിയോ വരാന്നൊക്കെ പറഞ്ഞു. പിന്നെ എങ്ങോട്ടപ്പം ഇങ്ങനെ നീട്ടി വലിച്ച് കൊണ്ടുപോകണു. ഞാൻ എൻ്റെ ചെറിയ SLCന്റെ ഇൻഫോർമേഷൻ അറിയാൻ എടുത്തതാണിത്. ആരാ? ഏതാ പേന്റ്? ഏതാ സാധനം? അപ്പൊ ഗൈസ് നമ്മൾ പെരുന്നാൾ പ്രമാണിച്ച് ഇനി മൈലാഞ്ചി ഇട്ടിട്ടുണ്ടല്ലേ? റിതു ഇവരൊക്കെ ട്രിപ്പ് പോയി വന്നുകാണ്ട് കാറ് കേക്ക് ഇത് മൂടിയിട്ടത് ഞാനാണ്. എല്ലാരും ട്രിപ്പ് പോയി കാണ്ട് പിന്നെ ഇന്ന് ഞാൻ രാവിലെ സ്കൂളിൽ തന്നാണ് ഞാനാ കേക്കിയത്. ഏട്ടാ പോണു കളിക്കാൻ പോയാ? എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തിയാ പോയാ. എവിടുക്കാ പോണു ഇപ്പോ? കറക്റ്റ് പറയാം. അല്ലെ ഇവിടെ നിൽക്കാം, നമുക്ക് കുറച്ചേരം ഗെയിം കളിച്ചാ. ഞാനിപ്പോ കഴിച്ചു കേട്ടോ. മീശൊക്കെ വന്ന ജുനൈദൊക്കെ ആരായി? അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ എന്താ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോ തരാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അല്ലേ? അപ്പോ ഗൈസ് നോക്കേ. അപ്പൊ ഗൈസ് ബൈ ബൈ ഗൈസ്.